മനുഷ്യനും പ്രകൃതിയും പ്രപഞ്ചവും. എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. രാമായണത്തിലെ പ്രകൃതിബന്ധം. നിങ്ങൾ സഞ്ജീവനി പർവ്വതത്തെപ്പറ്റി കേട്ടിട്ടുണ്ടോ? പ്രകൃതിയാണ് പരമമായ ജീവദായിനി. രാമായണത്തിലെ സഞ്ജീവനി പർവ്വതത്തിൻ്റെ കഥ കേവലം ഒരു ഔഷധ സസ്യം കൊണ്ടുവരുന്ന സംഭവം മാത്രമല്ല, പ്രകൃതിയും പ്രപഞ്ചവും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധത്തിൻ്റെ മികച്ചൊരു ഉദാഹരണമാണ്. പ്രകൃതിയാണ് പരമമായ ജീവദായിനി. മദർ നേച്ചർ ആസ് എ ഹീലർ. രാമായണ മാസം കഴിയാറായി. രാമായണത്തിലെ പ്രകൃതിയും പ്രപഞ്ചവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം അറിയുക. മനുഷ്യൻ നിർമ്മിക്കുന്ന ആയുധങ്ങൾ. ഇവിടെ ഇന്ദ്രജിത്തിൻ്റെ അസ്ത്രമാണ് കേട്ടോ പറയുന്നത്. വിനാശവും മരണവും വിതയ്ക്കുമ്പോൾ പ്രകൃതി നൽകുന്ന ഔഷധങ്ങൾ സഞ്ജീവനി ജീവനെയും പുനർജന്മത്തെയുമാണ് നൽകുന്നത്. പ്രകൃതിയിലെ ഓരോ സസ്യത്തിനും ഭൂമിയുടെയും പ്രപഞ്ചത്തിൻ്റെയും ജീവിതരംഗങ്ങളെ നിലനിർത്താനുള്ള ശക്തിയുണ്ടെന്ന് ഈ കഥ ഓർമ്മിപ്പിക്കുന്നു. കോസ്മിക് ഇക്വിലിബ്രിയം, അതായത് പ്രപഞ്ച സമതുല്യതാവസ്ഥ. ഭൂമിയിലെ സകല ജീവജാലങ്ങളും പർവ്വതങ്ങളും കാടുകളും വായുവും സൂര്യനും എല്ലാം പ്രപഞ്ചത്തിൻ്റെ സമതുല്യതാവസ്ഥയുടെ ഭാഗമാണ്. കോസ്മിക് ഹാർമണി. ഹിമാലയത്തിലെ ഔഷധ സസ്യങ്ങൾക്ക് ലങ്കയിലുള്ള ലക്ഷ്മണൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞത് പ്രപഞ്ചത്തിലെ എല്ലാ ഘടകങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന തത്വം കൊണ്ടാണ്. അഗ്നിയും വായുവും ജലവും ആകാശവും ഭൂമിയും അടങ്ങുന്ന പഞ്ചഭൂതങ്ങളുടെ കൂട്ടായ്മയിലാണ് ജീവൻ നിലനിൽക്കുന്നത്. പ്രകൃതിയിലെ ഈ ശക്തികളെ ആദരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് മനുഷ്യരാശിക്ക് നിലനിൽപ്പുള്ളത്. ഹനുമാൻ വായുപുത്രനാണ്. പ്രകൃതി ശക്തിയുടെയും ഭക്തിയുടെയും പ്രതീകം. പ്രകൃതിയുടെ ശക്തിയും ഈശ്വരഭക്തിയും ഒന്നിക്കുമ്പോൾ പ്രപഞ്ചത്തിലെ ഏതൊരു തടസ്സവും തരണം ചെയ്യാൻ സാധിക്കുമെന്നും പ്രകൃതിയോടുള്ള ആദരവാണ് യഥാർത്ഥ ഭക്തിയെന്നും ഹനുമാന്റെ ഈ പ്രവർത്തനം കാണിച്ചു തരുന്നു. നമുക്ക് രാമായണ കഥയിൽ പ്രകൃതിയും പ്രപഞ്ചവും തമ്മിലുള്ള ബന്ധങ്ങൾ നോക്കാം. രാമായണത്തിലെ യുദ്ധകാണ്ഡത്തിൽ ഇന്ദ്രജിത്തിൻ്റെ അസ്ത്രമേറ്റ് ബോധരഹിതനായി വീണ ലക്ഷ്മണനെ ഹനുമാൻ രക്ഷിച്ചത് സഞ്ജീവിനി അഥവാ അമൃത സഞ്ജീവിനി എന്ന ദിവ്യ ഔഷധം കൊണ്ടുവന്നാണ്. ലക്ഷ്മണൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി രാജവൈദ്യനായ സുഷേണൻ നിർദ്ദേശിച്ചു. ഹിമാലയത്തിലെ ദ്രോണഗിരി പർവ്വതത്തിൽ മാത്രം കാണപ്പെടുന്ന സഞ്ജീവിനി, ശല്യകരണി, സുവർണകരണി, സന്ധാനി എന്നീ ദിവ്യ ഔഷധങ്ങൾ വേണമെന്ന്. എത്രയും പെട്ടെന്ന് വേണമെന്നുള്ളതിനാൽ രാമൻ ആ കർത്തവ്യം ഹനുമാനെ ഏൽപ്പിച്ചു. രാമൻ ഹനുമാനെ അനുഗ്രഹിച്ചു യാത്രയാക്കി. സൂര്യോദയത്തിന് മുമ്പ് തിരിച്ചെത്തിയില്ലെങ്കിൽ ലക്ഷ്മണൻ്റെ ജീവൻ രക്ഷിക്കാനാവില്ല. വായുവേഗത്തിൽ ഹിമാലയത്തിലെത്തിയ ഹനുമാന് ഔഷധ സസ്യങ്ങളെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഹനുമാൻ വിശ്വരൂപം സ്വീകരിച്ച് പർവ്വതം അങ്ങനെ തന്നെ പൊക്കിയെടുത്ത് പറന്ന് ലങ്കയിലെത്തി. സുഷേണൻ മരുന്ന് നൽകി ലക്ഷ്മണനെ ഉണർത്തുന്നു. പ്രപഞ്ചത്തിലെ ഔഷധങ്ങളുടെ കാര്യമാണ് ഞാനിവിടെ പറയുന്നത്. പ്രപഞ്ചവും പ്രകൃതിയും നമ്മളോട് ഇണങ്ങി നിൽക്കുന്നു. നമ്മളും അതുപോലെ തന്നെ പ്രകൃതിയോട് ഇണങ്ങുക, പ്രകൃതിയെ ഇഷ്ടപ്പെടുക. നമുക്ക് വേണ്ടതെല്ലാം പ്രപഞ്ചത്തിലുണ്ട്. പിന്നെ നമ്മൾ തന്നെ ഓരോന്നേ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ചാനൽ തന്നെ പ്രപഞ്ചഗീതിയാണല്ലോ. അതുകൊണ്ടാണ് ഈ രാമായണവും പ്രപഞ്ചവും പ്രകൃതിയും എല്ലാം ബന്ധപ്പെടുത്തി ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടമാകുന്നു എന്ന് കരുതുന്നു. കുപ്പുകൈയോടെ ലക്ഷ്മി ശിവ.